സന്തോഷിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും ഇഷ്ടംപോലെ ധനമുണ്ടെങ്കിലും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇന്ന് നീ സന്തോഷിക്കണം എന്നൊരു വചനമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ തന്നിരിക്കുന്നത്. 37-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക അല്ലെങ്കിൽ സന്തോഷിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഒരു മനുഷ്യൻ ആദ്യം ഏത് പ്രതിസന്ധി വന്നാലും അവൻ ദൈവത്തിൽ തന്നെ സന്തോഷിക്കാൻ തയ്യാറാണ്. സന്തോഷമില്ലാത്ത ഹൃദയവുമായി, സന്തോഷമില്ലാത്ത മനസ്സുമായി അലഞ്ഞു നടക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു സന്തോഷം എവിടെ നിന്ന് ലഭിക്കും? അത് ദൈവത്തിൽ നിന്നേ ലഭിക്കത്തുള്ളൂ. മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളും അവന്റെ സന്തോഷത്തെ കെടുത്താൻ പാടില്ല. കാരണം കാരാഗൃഹത്തെ കടന്നുകൊണ്ട് പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുക. അതിനകത്തെ ഏറ്റവും പ്രധാന വിഷയം കേട്ടോണം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്നു. അതിനർത്ഥം ഇരുമ്പഴികൾക്കകത്തും കേസിന്റെ കുരുക്കിനും ഒന്നും അവന്റെ സന്തോഷത്തെ കെടുത്താൻ കഴിയത്തില്ല. അവന്റെ സന്തോഷത്തെ കെടുത്താൻ കഴിയാത്തത് തന്നെ അവൻ പ്രാപിച്ച സന്തോഷം അക്ഷരീക സന്തോഷമല്ല, അതൊരാത്മാവിന്റെ സന്തോഷമാണ്. ഇതുവരെയും ആത്മാവിന്റെ സന്തോഷം പ്രാപിക്കാൻ കഴിയാത്തവർക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കാൻ കൃപ തരട്ടെ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പം ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ചിലര് പറയും, എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹം ഒന്നുമില്ല. ഇപ്പൊ എന്നോട് നിന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ആഗ്രഹം പറയും, സ്തോത്രം, ധാരാളം ആത്മാക്കളെ യേശുവിനായി നേടുക. പിന്നെ എൻ്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സ്തോത്രം, ഭൂലോകം എങ്ങും പോയി കർത്താവിനെ കുറിച്ച് പറയണം. പിന്നെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, സ്തോത്രം, ആർക്കുമില്ലാത്തൊരു പുതിയ അഭിഷേകം, ബൈബിൾ പറയുന്ന ഒരു അഭിഷേകം എനിക്ക് വേണം. ഇതൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ ഒരു മനുഷ്യന് ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആദ്യം അവൻ്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകണം. ആഗ്രഹം ഉണ്ടായ ബൈബിൾ പറയുക, ആ ആഗ്രഹം എൻ്റെ ദൈവം നടത്തി തരും. ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, വിഷമിച്ച്, വ്യാകുലപ്പെട്ട് നടക്കാതെ ഹൃദയ സന്തോഷം ഏറ്റെടുക്കുക. ഈ ദിവസങ്ങളിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിന്റെ വീടിനോട് ബന്ധപ്പെട്ട്, തലമുറയോട് ബന്ധപ്പെട്ട്, കുടുംബത്തോട് ബന്ധപ്പെട്ട് യേശു ചെയ്യാൻ പോവുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നോ, നിന്റെ ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം സാധിപ്പിച്ചു തരും. നീ ആഗ്രഹിച്ചതുപോലെ ചില കാര്യങ്ങൾ നിന്റെ ഫാമിലിയിൽ, നിന്റെ പേഴ്സണൽ ലൈഫിൽ കർത്താവ് ചെയ്യാൻ പോവുക. നമുക്ക് പറയാം, കർത്താവേ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ കാര്യം നടക്കാൻ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ഒരുമയോടെ പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരുടെ മേൽ നീട്ടണം. വലിയ ഹൃദയ സന്തോഷത്തോടെ, ആഗ്രഹിക്കുന്ന എല്ലാം നേടുവാനുള്ള വലിയ താല്പര്യത്തോടെ, താങ്ക് യു ലോർഡ്, മുന്നേറാൻ കൃപ ചെയ്യണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യേശു നിനക്ക് സാധിപ്പിച്ചു തരും. God bless you.